നമസ്കാരം. പ്രധാന വാർത്തകൾ. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തുഫാൻ പദ്ധതി വിജയിപ്പിക്കാൻ ജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. രാസലഹരി മാത്രമല്ല, മദ്യം ഉൾപ്പെടെ എല്ലാ ലഹരി വസ്തുക്കളുടെയും ഉപയോഗം തടയണമെന്നും റസാഖ് പാലേരി. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് മന്ത്രി കെ.എ. തുളസി. ലക്ഷ്യം നേടിയെടുക്കാൻ അർപ്പണബോധത്തോടെയുള്ള പ്രവർത്തനം വേണമെന്നും മന്ത്രി. നിറയെ കുഴികളും വെള്ളക്കെട്ടും. പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ ബസ്സുകാർക്കും യാത്രക്കാർക്കും ദുരിതം. പ്രശ്നം അധികൃതരെ അറിയിച്ചിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് ബസ്സുകാർ. ലോകകപ്പ് ആവേശം ഫ്ലക്സിൽ മാത്രം ഒതുക്കാതെ ഒറ്റപ്പാലത്തെ ബ്രസീൽ ഫാൻസ്. കഴിഞ്ഞ ലോകകപ്പിൽ ബ്രസീലിന്റെ തോൽവിയിൽ തളർന്നുപോയ എറണാകുളം സ്വദേശി അക്ഷയിന് സാമ്പത്തിക സഹായം നൽകി കരുതലായി ഫാൻസ് അംഗങ്ങൾ. വിശദമായ വാർത്തകൾ നോക്കാം. ലഹരി വ്യാപനത്തിനെതിരെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വിജയിപ്പിക്കാൻ ജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. വെൽഫെയർ പാർട്ടിയിലേക്ക് കടന്നുവന്ന ചെർപ്പളശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ പുതിയ മെമ്പർമാർക്ക് നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാഹോദര്യ രാഷ്ട്രീയം, സാമൂഹ്യനീതിയുടെ പോരാട്ടം എന്ന തലക്കെട്ടിൽ വെൽഫെയർ പാർട്ടി ജൂൺ മാസത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി പാർട്ടിയിൽ പുതുതായി ചേർന്നവർക്കാണ് സ്വീകരണം നൽകിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേരളത്തിൽ മദ്യോപയോഗം വർദ്ധിപ്പിക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നും സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതിയെ ദുർബലമാക്കുന്ന സമീപനം സർക്കാർ തന്നെ സ്വീകരിക്കരുതെന്നും രാസലഹരി മാത്രമല്ല, മദ്യം ഉൾപ്പെടെയുള്ള എല്ലാ ലഹരി വസ്തുക്കളുടെയും ഉപയോഗം തടയാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത റസാഖ് പാലേരി പറഞ്ഞു. തൂഫാന്റെ ഭാഗമായി കേരളം സഞ്ചരിക്കുമ്പോൾ വീര്യം കുറഞ്ഞ മദ്യമൊഴിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ മറ്റൊരു തൂഫാനായി കേരളം ആരംഭിക്കുമെന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സമ്പൂർണ്ണ മദ്യനിരോധനമുള്ള നാടായി കേരളത്തെ മാറ്റിയെടുക്കുക എന്നത്. ലഹരിക്കെതിരായ പോരാട്ടത്തെ മദ്യലഹരി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് രാസലഹരിയും മദ്യലഹരിയും എല്ലാം ചേരുന്ന ലഹരിക്കെതിരായ പോരാട്ടമായി ആ പോരാട്ടം വളർന്നു വരേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയം. അങ്ങനെ മനുഷ്യരെ പരിഗണിക്കുന്ന, ലഹരിയിൽ നിന്ന് മുക്തമാക്കുന്ന, നീതിക്ക് വേണ്ടി പോരാടാൻ കഴിയുന്ന, മനുഷ്യന്റെ പ്രശ്നങ്ങൾ കണ്ടറിയാൻ കഴിയുന്ന ഒരു പുതിയ രാഷ്ട്രീയത്തിലേക്കാണ് നിങ്ങൾ ചുവട് വെച്ച് വന്നിരിക്കുന്നത്. ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ.സി. നാസർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് ഖാലിദ്, മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് മാട്ര, ചെർപ്പളശ്ശേരി നഗരസഭാ കൗൺസിലർ സമീറ ഗഫൂർ, മുൻ കൗൺസിലർ അബ്ദുൽ ഗഫൂർ പി, വെൽഫെയർ പാർട്ടി യൂണിറ്റ് പ്രസിഡന്റ് പി ഹംസ, N.K. അബ്ദുൽ ഖാദർ, വിമൻ ജസ്റ്റിസ് ജില്ലാ കമ്മിറ്റി അംഗം ബീന ഹംസ എന്നിവർ സംസാരിച്ചു. ചെർപ്പളശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് PT സൈദലവി പ്രമേയം അവതരിപ്പിച്ചു. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാനായാൽ മാത്രമേ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനാകൂ എന്ന് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി കെ.എ. തുളസി. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള VK ശ്രീകണ്ഠൻ MP-യുടെ എക്സലൻസ് അവാർഡ് ദാന ചടങ്ങ് ചെർപ്പളശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള വെല്ലുവിളികൾ വരാം, പ്രതിസന്ധികൾ വരാം, സാമ്പത്തിക ബുദ്ധിമുട്ട് വരാം, പ്രയാസം വരാം. പക്ഷെ അപ്പോഴൊക്കെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു വെളിച്ചം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. നമ്മുടെ ചിന്തകളാണ്, നാളെയെ കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകളൊക്കെ നമ്മളെ മുന്നോട്ട്, നമ്മുടെ ജീവിതത്തിന്റെ പല വഴികളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകും. പല വഴികളുണ്ടാകും. അതിൽ ഏറ്റവും നല്ലതും മികച്ചതുമായിട്ടുള്ള വഴി തിരഞ്ഞെടുക്കാനുള്ള നല്ല ചിന്ത, നല്ല ബുദ്ധി, നല്ല പക്വത അത് നമുക്കുണ്ടാകണം എന്ന് ഏറ്റവും പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള മനസ്സോടുകൂടി എല്ലാവരും ചിന്തിക്കണം. അത് മനസ്സിൽ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കാനുള്ളത്. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ MP-യുടെ എക്സലൻസ് അവാർഡുകൾ മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. VK ശ്രീകണ്ഠൻ MP ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം, KK അസീസ്, ഷബീർ നീരാണി, KM ഇസാഖ്, T ഹരിശങ്കർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കരിയർ ഗൈഡൻസ് ക്ലാസും വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചിരുന്നു. കുഴികൾ നിറഞ്ഞ പട്ടാമ്പി ബസ് സ്റ്റാൻഡ്.
ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിലാണ് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. മഴ പെയ്താൽ കുഴിയും ചെളിയും കാരണം ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരും ബസ്സുകാരും ഒരുപോലെ ദുരിതം അനുഭവിക്കുകയാണ്. കുഴികൾ നിറഞ്ഞ കുളം പോലെയാണ് ഇപ്പോൾ പട്ടാമ്പി ബസ് സ്റ്റാൻഡ്. കവാടത്തിന് മുന്നിൽ തന്നെയുണ്ട് വലിയ കുഴികൾ. നഗരസഭയുടെ അധീനതയിലുള്ള ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾക്കും യാത്രക്കാർക്കും കയറണമെങ്കിൽ ഈ കുഴികൾ കടന്നു പോകണം. മണ്ണ് കൊടുത്തിടാതെ കല്ല് കൊടുത്തിട്ട് നുറുക്കുകയാണെങ്കിൽ കുറെ ചളി ഒഴിവായി കിട്ടും. മറ്റത് മണ്ണ് കൊടുത്തിട്ട് ആ ചളി ഫുള്ളായിട്ട് ടയറിന് കയറാണ്. ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ചളി വരികയാണ്. പിന്നെ വെയിൽ തെറിച്ചിട്ട് ഒരു മനുഷ്യർക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യമായിട്ട് കുറച്ച് കല്ല് കൊടുത്തിടുക, ചളി ആക്കാതിരിക്കാതിരിക്കുക. ഇപ്പോൾ കുറേ ചളി ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാമാർ ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കാന്ന് വെച്ചാൽ വളരെ നന്ദി. യാത്രക്കാരാണ് അടക്കം തട്ടി തടഞ്ഞ് വീഴുന്നുണ്ട്. വെയ്യാത്തവർ വരുന്നുണ്ട്, കണ്ണില്ലാത്തവർ വരുന്നുണ്ട്, കാലില്ലാത്തവർ വരുന്നുണ്ട്. കുറേയൊക്കെ നമുക്ക് കൈ പിടിച്ചാക്കാം. എല്ലാവരും ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ലോ. വേഗതയിൽ വരുന്ന ബസ്സുകൾ കടന്നു പോകുമ്പോൾ ചെളിവെള്ളം യാത്രക്കാരുടെ ദേഹത്തേക്കാണ് തെറിക്കുക. ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ മഴ വന്നു കഴിഞ്ഞാലൊക്കെ ഫുള്ള് ചളി എന്തൊക്കെ കയറിയിട്ട് മുന്നോ പ്രാവശ്യം ഇതേമാതിരി കടയിൽ വെള്ളം കയറിയതായിരുന്നു. എന്നിട്ട് അവർ വന്നിട്ട് ശരിയാക്കാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഭയങ്കര അനാസ്ഥയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ബസ് സ്റ്റാൻഡ് കവാടത്തിന് മുന്നിലെ ഈ കുഴികൾ നികത്തണമെന്നാവശ്യപ്പെട്ടിട്ടും ആരും നടപടി സ്വീകരിച്ചില്ലെന്നാണ് ബസ് ജീവനക്കാരുടെ പരാതി. സ്റ്റാൻഡിലേക്ക് വരുന്ന ഈ കുഴികളൊന്നും തീർക്കാൻ ഇവിടുത്തെ സർക്കാരോ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയോ ആരെങ്കിലും ബന്ധപ്പെട്ട ആൾക്കാർ ഇതിന് നടപടി എടുക്കാറുണ്ട്. ബസ്സുകാർക്കും വേറെ വഴിയാത്രക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കുഴി കൊണ്ട്. മഴയും ഇതൊക്കെ കാരണം കുഴിയിൽ വെള്ളം നിന്നിട്ട് വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിക്കിടപ്പം വേണ്ടിയിട്ടാണ്. വണ്ടികൾ ബാക്ക് ഇറങ്ങിയിട്ട് ബാക്കിലത്തെ വണ്ടിക്ക് തട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടപ്പെട്ട ആൾക്കാർ ഇതിന് നടപടി. ബസ് സ്റ്റാൻഡിന് മുന്നിലെ റോഡിന്റെ ഭാഗവും നേരെയാക്കിയിട്ടില്ല. അഴുക്കുചാലുകളുടെ പ്രവർത്തികളും മന്ദഗതിയിലാണ്. വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരും ഇതിന്റെ ദുരിതം അനുഭവിക്കുകയാണ്. ഫുട്ബോൾ എന്നാൽ കേവലം 90 മിനിറ്റിലെ ആവേശം മാത്രമല്ല, അതിനപ്പുറം പരസ്പരം താങ്ങാകേണ്ട മനുഷ്യത്വത്തിന്റെ വലിയൊരു മൈതാനം കൂടിയാണെന്ന് തെളിയിക്കുകയാണ് ഒറ്റപ്പാലത്തെ ഒരു കൂട്ടം ബ്രസീൽ ആരാധകർ. കഴിഞ്ഞ ലോകകപ്പിലെ ബ്രസീലിന്റെ കനത്ത തോൽവിയിൽ ജീവിതം തന്നെ തളർന്നുപോയ എറണാകുളം കാക്കനാട് സ്വദേശി അക്ഷയിന് സ്നേഹവും കരുതലും ഒപ്പം സാമ്പത്തിക സഹായവുമായി എത്തിയിരിക്കുകയാണ് ഒറ്റപ്പാലം ബ്രസീൽ ഫാൻസ്. നീ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ നിന്റെ കൂടെയുണ്ട് എന്ന വലിയൊരു സന്ദേശവുമായി അക്ഷയിന്റെ കാക്കനാട്ടെ വീട്ടിൽ നേരിട്ടെത്തിയ ആരാധകർ കേവലം ഒരു ധനസഹായം നൽകുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ജീവിതത്തോടുള്ള പോരാട്ടത്തിൽ അവന് വലിയൊരു ആത്മവിശ്വാസം പകർന്നു നൽകുക കൂടിയായിരുന്നു. അക്ഷയിന്റെ പേരെഴുതിയ ബ്രസീൽ ജേഴ്സി സമ്മാനിച്ചും ഒന്നിച്ച് കേക്ക് മുറിച്ചും അവർ ആ കുടുംബത്തോടൊപ്പം ഏറെ സമയം ചെലവഴിച്ചു. കൂടാതെ ആരാധക കൂട്ടായ്മയിലൂടെ സമാഹരിച്ച 1,13,000 രൂപയും അവർ കുടുംബത്തിന് കൈമാറി. 2022 ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ബ്രസീൽ ക്രൊയേഷ്യയോട് തോറ്റ് പുറത്തായ ആ രാത്രി അക്ഷയ് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതിനെ തുടർന്ന് ശരീരം മുഴുവൻ തളർന്നുപോയി. നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് ഒരു സാധാരണ കുടുംബമായ ഇവർ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തിയിരുന്നത്. ലോകകപ്പ് ആവേശത്തിനിടയിൽ ഒറ്റപ്പാലം ടൗണിൽ 430 അടി നീളമുള്ള കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചാണ് ഒറ്റപ്പാലത്തെ ബ്രസീൽ ആരാധകർ അന്ന് വാർത്തകളിൽ നിറഞ്ഞത്. എന്നാൽ ഇതിന്റെ ചിത്രങ്ങൾക്ക് താഴെ വന്ന ഒരു സോഷ്യൽ മീഡിയ കമന്റ് ഇവരെ ഇരുത്തി ചിന്തിപ്പിച്ചു. ഇത്രയും പൈസ ഫ്ലെക്സിനു വേണ്ടി ചെലവാക്കുന്നതിനു പകരം വല്ല ചാരിറ്റി പ്രവർത്തനവും ചെയ്തുകൂടെ എന്ന ആ ചോദ്യം അവർ അവഗണിച്ചില്ല. വൈകാതെ തന്നെ മാധ്യമങ്ങളിലൂടെയാണ് അക്ഷയിന്റെ ദയനീയമായ അവസ്ഥ ഇവർ അറിയുന്നത്. ഒരു കാലത്ത് വിവിധ പ്രാദേശിക ക്ലബ്ബുകൾക്ക് വേണ്ടി ഫുട്ബോൾ കളിക്കാൻ അക്ഷയ് ഒറ്റപ്പാലത്തെത്തിയിരുന്ന ഓർമ്മകൾ കൂടിയായപ്പോൾ ആരാധകർക്ക് ഒട്ടും മടിച്ചു നിൽക്കാനായില്ല. ഉടൻ തന്നെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള ബ്രസീൽ ആരാധകരുമായി ബന്ധപ്പെട്ട് ഇവർ ധനസമാഹരണം നടത്തുകയായിരുന്നു. കെ ഫർഷാദ്, പി റിയാസ്, പി സുനിൽ, കെ ഷമീർ, എ നദീം, വൈ ജുനൈസ് എന്നിവരടങ്ങിയ സംഘമാണ് ഒറ്റപ്പാലത്ത് നിന്നും കാക്കനാട്ടേക്ക് അക്ഷയിനെ കാണാനെത്തിയത്. ചടങ്ങിൽ അക്ഷയിന്റെ അച്ഛൻ പുരുഷോത്തമൻ, അമ്മ ജയ എന്നിവർ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. കളിക്കളത്തിലെ കൂട്ടുകാരന് പ്രിയപ്പെട്ട ആരാധകർ നൽകിയ ഈ സ്നേഹക്കരുതൽ അക്ഷയിന്റെ ആരോഗ്യ വീണ്ടെടുപ്പിന് വലിയൊരു ഊർജമാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക എന്ന പ്രമേയത്തിൽ കർഷക സംഘം മണ്ണാർക്കാട് ഏരിയ സമ്മേളനം സമാപിച്ചു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ബഫർ സോൺ വിഷയത്തിൽ വനം വകുപ്പ് ഇടപെട്ട് മലയോര കർഷകരുടെ ആശങ്ക പരിഹരിക്കുക, വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക എന്നീ പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു. കെ രാജൻ, രമാ സുകുമാരൻ, പി മുസ്തഫ എന്നിവരുടെ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു.
സെക്രട്ടറി SR ഹബീബുള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് മാത്യൂസ്, P. സുബ്രഹ്മണ്യം, CPM ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി, UT രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് KK രാജൻ, വൈസ് പ്രസിഡന്റുമാരായി രമാ സുകുമാരൻ, A. കുമാരൻ, സെക്രട്ടറി SR ഹബീബുള്ള, ജോയിന്റ് സെക്രട്ടറി PG വത്സൻ, M. ജിനേഷ്, ട്രഷറർ P. മുസ്തഫ എന്നിവരുടെ സമ്മേളനം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഫിഫ വേൾഡ് കപ്പിന്റെ ആവേശലഹരിയിൽ ലോകം മുഴുവൻ ഒരു പന്തിനു കൂടെ പായുമ്പോൾ കാൽപന്തുകളിയെ എന്നും നെഞ്ചോട് ചേർത്ത് വെച്ച കുമരമ്പത്തൂർ പള്ളിക്കുന്നുകാരും ഫുട്ബോളിന്റെ ആവേശക്കടലിലാണ്. പ്രായവ്യത്യാസമില്ലാതെ കളിക്കളത്തിൽ ഇറങ്ങുന്നവർ കാൽപന്തുകളിയുടെ ആവേശത്തിമിർപ്പിലാണ്. 1970കളിൽ മലബാറിലെ സെവൻസ് ഫുട്ബോൾ മൈതാനങ്ങളിൽ ബ്രദേഴ്സ് ക്ലബിന്റെ ആധിപത്യമായിരുന്നു. 80കളുടെ പകുതി മുതൽ 2000 വരെ ചൈതന്യ പള്ളിക്കുന്ന് പേരിലും നിലവിൽ ഫ്രണ്ട്സ് പള്ളിക്കുന്ന് എന്ന പേരിലും കളി തുടരുകയാണ്. 70കളിൽ തുടങ്ങിയ സൗഹൃദങ്ങളും കൂട്ടായ്മയും വിവിധ കാലഘട്ടത്തിലെ തലമുറകളിലൂടെ പ്രായഭേദമന്യേ ഇന്നും നിലനിൽക്കുന്നു. 4 വർഷമായി കുമരമ്പത്തൂർ മയിലാമ്പാടം PNC ടർഫിൽ എല്ലാ ഞായറാഴ്ചകളിലും പൊതു അവധി ദിവസങ്ങളിലും ഇവർ കളിക്കാനെത്തും. പള്ളിക്കുന്ന് ചൈതന്യ ക്ലബിന്റെ ജനറൽ സെക്രട്ടറിയായി കലാകായിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മികവ് തെളിയിച്ച ഖാദറാണ് മണ്ണാർക്കാട് താലൂക്കിൽ ആദ്യമായി ഫ്ലഡ്ലൈറ്റ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിന് തുടക്കം കുറിച്ചത്. 1970കളിലും 80കളിലും പള്ളിക്കുന്ന് ഫുട്ബോൾ ടീമിന് വേണ്ടി കളിച്ചിരുന്ന PM പൂക്കോയത്തങ്ങൾ 70ാം വയസ്സിലും പന്ത് തട്ടാൻ സജീവമായുണ്ട്. കൂട്ടായ്മയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ആദിൽ 13 വയസ്സുകാരുടെ സംസ്ഥാന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടിയ ടീമിലെ അംഗമാണ്. ആദിലിന്റെ പിതാവ് KK അഷ്റഫും കളിക്കളത്തിലുണ്ട്. മണ്ണാർക്കാട്ടെ ആദ്യകാല അധ്യാപകൻ സ്രാമ്പിക്കൽ ഡയൻകുട്ടിയുടെ മകൻ SR യൂനസ് സലീം പള്ളിക്കുന്നിന്റെ മുൻ ഫുട്ബോൾ താരവും നാഷണൽ റഫറിയുമാണ്. രാജ്യത്തെ തന്നെ മികച്ച BLOമാരിൽ ഒരാളായി അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയുടെ അംഗീകാരം ലഭിച്ചത് ഈ അടുത്താണ്. ഇദ്ദേഹത്തിന്റെ മകനും കളിക്കാനുണ്ട്. പള്ളിക്കുന്ന് ഫുട്ബോൾ താരവും ഫ്രണ്ട്സ് പള്ളിക്കുന്നിലെ മുൻ പരിശീലകനും നിലവിൽ പോലീസ് വകുപ്പിൽ പാണ്ടിക്കാട് സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന VP മൻസൂറും കളിക്കളത്തിലുണ്ട്. പള്ളിക്കുന്ന് ഹോളിഡേ സോക്കറിൻ്റെ എല്ലാ ഞായറാഴ്ചകളിലും സമയം കണ്ടെത്തി വരുന്ന ഒരു പ്ലെയറാണ് ഞാൻ. മുൻപ് ചൈതന്യ ക്ലബിലൂടെ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ക്ലബിൻ്റെ മാനേജറായും ഒരു സെമി കോച്ചായും, അതുപോലെ ഇപ്പോൾ ഹോളിഡേ സോക്കറും പള്ളിക്കുന്നിൻ്റെ ഫുട്ബോൾ കൂട്ടായ്മയിൽ എന്നും എപ്പോഴും ഞാനുണ്ടാവാറുണ്ട്. ഏതായാലും ഇന്നിവിടെ ഈ സന്തോഷമായി ഒരു ചടങ്ങിന് എന്ന് എത്താൻ പറ്റിയത് ഭാഗം ഞാനിപ്പോൾ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ മലപ്പുറം ജില്ലയിൽ SI ആയിട്ടാണ് ജോലി ചെയ്തു വരുന്നത്. ഹോളിഡേ സോക്കറിനും ഞങ്ങളുടെ സീനിയർ പ്ലെയറായ VVA ഖാദർ ഹാജിക്കും അങ്ങനെ തന്നെ പറയട്ടെ, അദ്ദേഹത്തിന് ഞങ്ങളുടെ ഹോളിഡേ സോക്കറിൻ്റെ എല്ലാ പ്ലെയേഴ്സിൻ്റെ പേരിലും ഈ ഒരു ഇന്നിയുടെ ചടങ്ങ് സംഘടിപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട നൗഫൽ തങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും പ്രായഭേദങ്ങളില്ലാതെ ഫുട്ബോൾ എന്ന ഒറ്റ ആവേശത്തിന്റെ പിന്നാലെയാണ് മണ്ണാർക്കാട് പള്ളിക്കുന്ന് ഗ്രാമവും നാട്ടുകാരും. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അനുമോദന സദസ്സ് ഒരുക്കി. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന അനുമോദന സദസ്സ് ബ്ലോക്ക് പ്രസിഡന്റ് K. അശോകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പരിധിയിലെ LSS, USS, NMMS, SSLC, +2 ഉന്നത വിജയികളെയാണ് അനുമോദിച്ചത്. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ M. പ്രിയയെയും നന്മ സ്കൂൾ പദ്ധതിക്ക് സഹായം നൽകിയ സുമനസുകൾക്കും ചടങ്ങിൽ ആദരവ് നൽകി. ആതിര, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. അരുണ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ AK ഷീലാദേവി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജ്യോതിവാസൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ VC ഉണ്ണികൃഷ്ണൻ, KK ലിനി, യൂറിക്ക പത്രാധിപർ K. മനോഹരൻ, PAC കൺവീനർ PG ദേവരാജൻ എന്നിവർ സംസാരിച്ചു.
KPS മേനോൻ സ്മാരക സംസ്ഥാന ഷട്ടിൽ ബാഡ്മിന്റൺ റാങ്കിംഗ് ടൂർണമെന്റിന് ഒറ്റപ്പാലം CSN ട്രസ്റ്റിന് കീഴിലുള്ള KPS മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി. ഷൊർണൂർ DYSP സജു K. എബ്രഹാം ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രമുഖ താരങ്ങൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി ആകെ 304 മത്സരങ്ങളാണ് അരങ്ങേറുന്നത്. K. ഗോവിന്ദ്, എലിസ ദ്രോണ തുടങ്ങിയ ഒന്നാം സീഡ് താരങ്ങൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. പ്രാഥമിക മത്സരങ്ങൾക്ക് ശേഷം ജൂലൈ 1 പ്രീ ക്വാർട്ടറും 2 ക്വാർട്ടർ, സെമി ഫൈനലുകളും നടക്കും. ആവേശകരമായ ഫൈനൽ മത്സരങ്ങൾ ജൂലൈ 3 രാവിലെ നടക്കും. ഒൻപത് ദിവസങ്ങളിലായി കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന അഷ്ടബന്ധ നവീകരണ കലശം ചൊവ്വാഴ്ച സമാപിക്കും. തിങ്കളാഴ്ച രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ നടക്കും. തത്വഹോമം, തത്വകലശ പൂജ, ചതുർത്ഥ ബ്രഹ്മകലശ പൂജ, പരികലശ പൂജ എന്നിവ ക്ഷേത്രത്തിൽ നടന്നു. വൈകുന്നേരം വടക്കേ തത്തനംപുള്ളി ശിവശക്തി മാതൃസമിതി അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി എന്നിവയും ഉണ്ടായി. സമാപന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് പുറമെ കണിദർശനം, എണ്ണകലശാഭിഷേകം, തത്വകലശമാടൽ, പരികലശാഭിഷേകം, ചതുർത്ഥ ബ്രഹ്മകലശാഭിഷേകം, വസ്ത്രാവിപ്രോക്ഷണം, ശ്രീഭൂതബലി തുടങ്ങിയ ചടങ്ങുകളോടെ കലശ ചടങ്ങുകൾ സമാപിക്കും. 39 വർഷങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്ര ചൈതന്യ പുഷ്ടിക്കായി 22 മുതൽ നവീകരണ കലശം ആരംഭിച്ചത്. ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി രമേശൻ എമ്പ്രാന്തിരിയുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തുന്നത്. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. പ്രത്യേക അസംബ്ലി, ലഹരിവിരുദ്ധ പ്രതിജ്ഞ എന്നിവ ഉണ്ടായി. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. വ്യത്യസ്ത പ്രോഗ്രാമുകൾക്ക് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ രാജകൃഷ്ണൻ, പ്രിൻസിപ്പൽ N. സുജാത, സ്റ്റാഫ് സെക്രട്ടറി M. ബിനുകുമാർ, NCC ഓഫീസർ CTO വിനീഷ്, NSS പ്രോഗ്രാം ഓഫീസർ ജെറീഷ് തോമസ്, സ്കൗട്ട് മാസ്റ്റർ M. അബ്ദുൾ സലാം, ഗൈഡ് ക്യാപ്റ്റൻ സതീദേവി, അധ്യാപക പ്രതിനിധികൾ എന്നിവർ നേതൃത്വം നൽകി. പ്രത്യേക അസംബ്ലി, ലഹരിവിരുദ്ധ പ്രതിജ്ഞ, സ്പീച്ച്, ഗ്രൂപ്പ് സോങ്, റാലി, സിഗ്നേച്ചർ ക്യാമ്പയിൻ എന്നിവ സംഘടിപ്പിച്ചു. വല്ലപ്പുഴ പഞ്ചായത്ത് കർഷക സഭയും ഞാറ്റുവേല ചന്തയും നടത്തി. പ്രസിഡന്റ് ബിന്ദു സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് C. ജംസീന അധ്യക്ഷയായി. ഭരണസമിതി അംഗങ്ങളായ ഫെബിന, പ്രേമ, സഹദുള്ള, അഷ്റഫ് അലി, ഷീല ബാലൻ, ഹസ്ന ജമാൽ, വിജീഷ്, ഷംസുദ്ദീൻ, നാസിർ, കൃഷി ഓഫീസർ ദീപ, സയ്യിദ് കോടനാട്, കുഞ്ഞുമുഹമ്മദ്, അസൈനാർ, രവി, കൃഷ്ണകുമാർ, സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ.
ലോക ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി യുവതലമുറയിൽ ലഹരിവിരുദ്ധ സന്ദേശം ശക്തമായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെർപ്പശ്ശേരി ശ്രീകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും സമൂഹവും കുടുംബവും ഒരുമിച്ച് പ്രതിരോധം തീർക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പരിപാടിയിൽ വിശദീകരിച്ചു. ലോക ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ചെർപ്പശ്ശേരി ശ്രീകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ചെർപ്പശ്ശേരി പോലീസ് സ്റ്റേഷൻ ASI MM രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലഹരിയുടെ ഉപയോഗം വ്യക്തിയുടെ ആരോഗ്യത്തെയും കുടുംബജീവിതത്തെയും സമൂഹത്തെയും പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ് CEO ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ഈ അധ്യയന വർഷത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യ യൂണിഫോമും നോട്ട് പുസ്തകങ്ങളും വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ചെർപ്പശ്ശേരി നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ MR രാജേഷ് നിർവഹിച്ചു. ASI M ഗിരീഷ്, നഗരസഭാ ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷ U രേഷ്മ, കോളേജ് പ്രിൻസിപ്പൽ സുജാത, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ശ്രീകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിലവിൽ നഴ്സിംഗ്, ലാബ് ടെക്നീഷ്യൻ, ഫാർമസി അസിസ്റ്റന്റ് എന്നീ കോഴ്സുകൾക്ക് പുറമെ പുതുതായി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സും ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാവും ഒറ്റപ്പാലം MLAയും ആയിരുന്ന P ബാലന്റെ 23ാം ചരമവാർഷികവും ആദരണ സദസ്സും സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം പാലപ്പുറം സൂര്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനവും ആദരിക്കലും KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ P ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും സ്വാഗത സംഘം കൺവീനറുമായ NK ജയരാജൻ, സദനം ഹരികുമാർ, മണ്ഡലം പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി നാലകത്ത്, K പ്രേമദാസ്, K കബീർ, EB രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. സീനിയർ സിറ്റിസൺ ഫോറം ചെയർമാനും മനുഷ്യാവകാശ പ്രവർത്തകനും ഉപഭോക്തൃ സംരക്ഷണ വേദി പ്രവർത്തകനുമായിരുന്ന BP ദേവസ്യയുടെ നിര്യാണത്തിൽ ശ്രീകൃഷ്ണപുരം TKD സ്മാരക പൊതുജന വായനശാലയുടെയും സീനിയർ സിറ്റിസൺ ഫോറത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ അനുശോചന യോഗം ചേർന്നു. വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന BP ദേവസ്യയുടെ വിയോഗം പൊതുപ്രവർത്തന രംഗത്ത് തീരാനഷ്ടമാണെന്ന് യോഗം വിലയിരുത്തി. VK രാധാകൃഷ്ണൻ, VN കൃഷ്ണൻ, VN ചന്ദ്രൻ, ചിങ്ങനഴി ഭാസ്കരൻ, A ശങ്കരനാരായണൻ, MJ തോമസ്, K രാമൻ നമ്പൂതിരി, K വിദ്യാധരൻ, ഗോപാലകൃഷ്ണൻ, മാധവിക്കുട്ടി, C രാധാകൃഷ്ണൻ, മോഹനൻ, A കുമാരൻ, M ശ്രീരാമൻ എന്നിവർ പങ്കെടുത്തു. അവർക്ക് പ്രത്യേകം ലീവ് അനുവദിച്ചുകൊണ്ട് പുതിയ ചെയർമാൻ വന്നപ്പോഴാണ് 60 വയസ്സ് അപ്പോൾ അദ്ദേഹം ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം പറയുകയാണ്. കേന്ദ്രം അങ്ങനെ സീനിയർ സിറ്റിസന്റെ പ്രായം 70 ആക്കിയില്ല, അല്ലെങ്കിൽ ആരും ആക്കിയില്ല. ഗുരുവായൂർ മാത്രം എങ്ങനെയാണ് സീനിയർ സിറ്റിസൺ 70 ആണ്. അതിനെതിരെ ആരും പ്രതികരിച്ചില്ല. 70 വയസ്സൊക്കെ കഴിഞ്ഞാൽ ആർക്കും ഗുരുവായൂർ പോയി നിൽക്കാൻ പറ്റില്ല. 60 വയസ്സ് പറഞ്ഞാൽ 60-70 അത്യാവശ്യം അറിവുണ്ടാവും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തുഫാൻ പദ്ധതി വിജയിപ്പിക്കാൻ ജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. രാസലഹരി മാത്രമല്ല, മദ്യം ഉൾപ്പെടെ എല്ലാ ലഹരി വസ്തുക്കളുടെയും ഉപയോഗം തടയണമെന്നും റസാഖ് പാലേരി. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് മന്ത്രി KA തുളസി. ലക്ഷ്യം നേടിയെടുക്കാൻ അർപ്പണബോധത്തോടെയുള്ള പ്രവർത്തനം വേണമെന്നും മന്ത്രി. നിറയെ കുഴികളും വെള്ളക്കെട്ടും. പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ ബസ്സുകാർക്കും യാത്രക്കാർക്കും ദുരിതം. പ്രശ്നം അധികൃതരെ അറിയിച്ചിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് ബസ്സുകാർ. ലോകകപ്പ് ആവേശം ഫ്ലക്സിൽ മാത്രം ഒതുക്കാതെ ഒറ്റപ്പാലത്തെ ബ്രസീൽ ഫാൻസ്. കഴിഞ്ഞ ലോകകപ്പിൽ ബ്രസീലിന്റെ തോൽവിയിൽ തളർന്നുപോയ എറണാകുളം സ്വദേശി അക്ഷയ്ന് സാമ്പത്തിക സഹായം നൽകി കരുതലായി ഫാൻസ് അംഗങ്ങൾ.